സ്പൈസ് ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഒരു നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ബംഗാളി സ്വീറ്റിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന്റെ പേര് ലവംഗ് ലത്തിക്ക അല്ലെങ്കിൽ ലോങ് ലത്തിക്ക എന്നാണ്. ലവംഗ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ഗ്രാമ്പു എന്ന് പറയും. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ മലയാളത്തിലാരും ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. നല്ലൊരു സ്വീറ്റ് ആണ്. ഇതിന്റെ ഔട്ടർ കവറിങ് നല്ല ക്രിസ്പിയാണ്. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പിൽ കോട്ട് ചെയ്യുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഫുള്ള് കാണുക. എന്നിട്ട് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ലോങ് ലത്തിക്ക തയ്യാറാക്കാനായി ആദ്യം തന്നെ ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി ഇതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട്. ആ ഓയിലെല്ലാം എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. എണ്ണയും ഉപ്പും മാവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് തിക്കാവാൻ പാടില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക. നോക്കൂ, നമ്മുടെ മൈദമാവിനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഫില്ലിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി ഫില്ലിംഗ് തയ്യാറാക്കാൻ ഒരു ബൗളിലേക്ക് 1 കപ്പ് മിൽക്ക് പൗഡർ, അതായത് പാൽപ്പൊടി എടുക്കുക. ഞാനിവിടെ മധുരമുള്ള പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒട്ടും ലംസ് ഇല്ലാതെ നന്നായിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒട്ടും ലംസ് വരാതിരിക്കാനാണ് ഗ്യാസിലേക്ക് വെക്കുന്നതിന് മുന്നേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. നോക്കൂ, നമ്മുടെ പാൽപ്പൊടിയും പാലും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും ലംസ് ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു വിസ്ക് വെച്ചാണ് മിക്സ് ചെയ്തത്. ഈ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. ഇനി ഇതിനെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് തിക്കാക്കി എടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഗ്യാസിലേക്ക് വെച്ചതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഓൾറെഡി മധുരമുള്ള പാൽപ്പൊടിയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാരയുടെ അളവ് ആവശ്യം അത്ര ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അഥവാ അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള മിൽക്ക് പൗഡറാണ് എടുക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മിൽക്ക് പൗഡറും പാലും മിക്സ് ചെയ്യുമ്പോൾ പാലിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. ഒരുപാടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും ഇത് തിക്കായി കിട്ടാനായിട്ട്. അപ്പോൾ കറക്റ്റ് അളവിൽ പാല് ചേർത്താലേ നമുക്കിത് പെട്ടെന്നായി കിട്ടുള്ളൂ. പക്ഷേ ഇതൊരു 10 മിനിറ്റ്സ് എങ്കിലും എടുക്കും നമുക്കിത് തിക്കായിട്ട് കിട്ടാനായിട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 6 to 7 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും കുറച്ചായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ലതായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാവുന്നത് വരെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഒരു 10 to 12 മിനിറ്റ്സിന് ശേഷം നോക്കൂ, നമ്മുടെ പാൽപ്പൊടിയുടെ മിശ്രിതം നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നോക്കൂ, പാനിൽ നിന്നെല്ലാം നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. സ്റ്റഫിങ്ങിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക.
നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ബദാമും കുറച്ച് കശുവണ്ടിയും പിന്നെ കുറച്ച് ഉണക്കമുന്തിരിങ്ങയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ലോങ് ലതിക എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പു എടുത്ത് വെച്ചിട്ടുണ്ട്. ലോങ് എന്നാണ് ഇതിനെ ഹിന്ദിയിൽ പറയുന്നത്, മലയാളത്തിൽ ഗ്രാമ്പു എന്ന് പറയും. ഇത് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക നമ്മൾ ഈ പരത്താൻ ഉദ്ദേശിക്കുന്ന ബോർഡിലേക്ക്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മൈദാമാവ് എടുക്കുക, ഒരു ചെറിയ ബോൾ സൈസിൽ എടുക്കുക. എന്നിട്ട് നന്നായിട്ടത് കൈകൊണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് തിക്കായിട്ടും പരത്താൻ പാടില്ല, ഒരുപാട് തിന്നായിട്ടും പരത്താൻ പാടില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി നമുക്കിതിനകത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിൽക്ക് പൗഡറിൻ്റെ സ്റ്റഫിങ് വെക്കാം. ഞാനിവിടെ കുറച്ച് സ്റ്റഫിങ് എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമ്മളുടെ ഈ മൈദാമാവിനകത്ത് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒട്ടും സ്റ്റിക്കി അല്ല, ഇത് നന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. ഇനി ഇതിന് ശേഷം ഇതെങ്ങനെയാണ് മടക്കേണ്ടതെന്ന് കാണിച്ചു തരാം. കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ സൈഡ്സിൽ, എന്നാലേ ഇത് നന്നായിട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കുള്ളൂ. എന്നിട്ട് ഇതുപോലെ തന്നെ മുകളിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ താഴെ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് സൈഡ്സിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതുപോലെ ഇരിക്കും നമ്മളുടെ ലോങ് ലത്തിക്കയുടെ ഷേപ്പ്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ലോങ് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമ്പു ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതേ സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്ത് വളരെ സിമ്പിളായിട്ട് ബാക്കിയുള്ള ലോങ് ലതികയും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഈ ലോങ് ലതിക കോട്ട് ചെയ്തെടുക്കാനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടിൻ്റെയും അളവ് സെയിം ആയിരിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നോക്കൂ, ഞാൻ എല്ലാ ലോങ് ലതികയും നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരുന്ന മാവും പിന്നെ മിൽക്ക് പൗഡറിൻ്റെ സ്റ്റഫിങ്ങും വെച്ച് എനിക്കിവിടെ ഒരു 20 ലോങ് ലതികയാണ് തയ്യാറാക്കാൻ കഴിഞ്ഞത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു കടായിലേക്ക് ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ലോങ് ലതിക ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ലോങ് ലതിക ഒരു നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ബംഗാളി സ്വീറ്റ് ആണ്. ഇതിൻ്റെ ഔട്ടർ കവറിങ് നല്ല ക്രിസ്പിയാണ്. നമ്മളിത് ഷുഗർ സിറപ്പിലേക്ക് ഇടുമ്പോഴത്തേക്ക് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കൂ, നമ്മുടെ ലോങ് ലതിക നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗണും ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ ആഡ് ചെയ്യും. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ ഷുഗർ സിറപ്പ്. ഷുഗർ സിറപ്പിന് നല്ല ചൂടുണ്ടാവണം, എന്നാലേ ഇത് നന്നായി അബ്സോർബ് ആവുള്ളൂ. നമ്മൾ ഫ്രൈ ചെയ്ത് ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലോങ് ലതികയും ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഷുഗർ സിറപ്പിലേക്ക് വെക്കുക. ഒരുപാട് നേരം ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 2 to 3 മിനിറ്റ്സ് ഇട്ടാൽ മതിയാകും. ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ടായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അബ്സോർബ് ആയാൽ മതി. ഒരുപാട് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കൂ, നമ്മുടെ സ്വാദിഷ്ടമായ ലോങ് ലതിക റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് സെർവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് പിസ്തയും ബദാമും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പിസ്ത ഇട്ടാണ് ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു യൂട്യൂബിൽ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ആരെങ്കിലും ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. ഇതൊരു ബംഗാളി സ്വീറ്റ് ആണ്. നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. കാരണം അത് അത്രയ്ക്കൊരു പ്രത്യേകതയുള്ളൊരു സ്വീറ്റ് ആണ്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ, പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.